ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും പ്രവചന ശബ്ദമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സ്വർഗമൊരുക്കിയ ഈ സാവകാശമോർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച ചില പ്രവചന ശബ്ദങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് മുമ്പിൽ ഞാൻ കൈമാറുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം, അതിൽ നമ്മൾ ചില കാര്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു. ബെൽശസ്സർ രാജാവ് തൻ്റെ മഹത്വങ്ങളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി താൻ വീഞ്ഞു കുടിച്ച് ആനന്ദിക്കുമ്പോൾ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാത്രങ്ങൾ, അതിൽ അവർ വീഞ്ഞു കുടിക്കാൻ ആഗ്രഹിച്ച് തൻ്റെ ഭാര്യമാർക്കും വെപ്പാട്ടികൾക്കും മഹത്തുക്കൾക്കും കൂടെ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങൾക്ക് വില കൽപ്പിക്കാതെ, ദേവാലയത്തിന് ഉപകരണങ്ങൾക്കോ വില കൽപ്പിക്കാതെ, ദൈവ നാമത്തെ, ദൈവിക കാര്യങ്ങളെ അവഹേളിച്ച് ആ പാത്രങ്ങളിൽ വീഞ്ഞ് അവന്റെ ഭാര്യമാർക്കും രാജാവിന്റെ ഭാര്യമാർക്കും വെപ്പാട്ടികൾക്കും മഹത്തുക്കൾക്കും കൊടുത്ത് അവർ രാജാവ് നിന്ദിച്ചപ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ചുമരിൽ യഹോവയുടെ കൈവിരൽ വെളിപ്പെട്ട്, കൈപ്പത്തി വെളിപ്പെട്ട് ആ വെള്ള ചുമരിൽ എഴുതി അവനെ കുറിച്ചുള്ള നാളത്തെ കാര്യം. യഹോവയുടെ കൈ വെളിപ്പെട്ട് അവനെ കുറിച്ചുള്ള ന്യായവിധിയെ എഴുതിയതുപോലെ ബെൽശസ്സർ രാജാവിന്റെ വിധി എഴുതി കുറിച്ചതുപോലെ ദൈവനാമത്തെ, ദേവാലയത്തിലെ പാത്രങ്ങളെ അശുദ്ധമാക്കി കളഞ്ഞപ്പോൾ, ദൈവിക നാമത്തെ അവഹേളിച്ചപ്പോൾ, രാജാവ് നോക്കാതെ രാജാവിനുള്ള ന്യായവിധിയെ രാജകൊട്ടാരത്തിന്റെ ചുമരിൽ യഹോവയുടെ കൈ വെളിപ്പെട്ട് അവന്റെ അന്ത്യം എഴുതി കുറിച്ചതുപോലെ ഒരു സംഭവം ഫ്രാൻസിനോടുള്ള പ്രവചന ശബ്ദം. ഫ്രാൻസ് രാജ്യമേ, ഇതിന്റെ തലസ്ഥാനമായ പാരീസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പാരീസിൽ ലോക ഒളിമ്പിക്സ് നടക്കുന്ന വേദി തിരുവത്താഴത്തിന്റെ മോഡലിൽ, തിരുവത്താഴത്തെ, യേശുക്രിസ്തുവിന്റെ തിരുവത്താഴത്തെ അവഹേളിച്ചുകൊണ്ട്, ആ കർത്തൃമേശയെ അവഹേളിച്ചുകൊണ്ട് അവർ ആ രാജ്യത്ത് കാണിച്ച ദൈവിക നിന്ദയെ, അതിന്റെ എതിരെ യഹോവയുടെ കരം വെളിപ്പെടാൻ പോകുന്നു, ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു. എന്റെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ദൈവ ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. രാജാവെന്ന് നോക്കാതെ രാജകൊട്ടാരത്തിന്റെ ചുമരിൽ യഹോവയുടെ കൈ വെളിപ്പെട്ട് അവന്റെ രാജ്യത്വത്തിന് അന്ത്യം കുറിച്ചതുപോലെ, അവനെതിരെ ന്യായവിധി എഴുതിയതുപോലെ, സകലതും അസ്തമിപ്പിച്ചു കളഞ്ഞതുപോലെ പാരീസിനോടുള്ള ദൈവത്തിന്റെ പ്രവചന ശബ്ദം, ദൈവിക ശബ്ദം ഞാൻ കൈമാറുന്നു. ഇന്നുവരെയും പാരീസ് രാജ്യം കാണാത്ത വലിയ പ്രകൃതി ദുരന്തങ്ങൾ പാരീസിലുണ്ടാകാൻ പോകുന്നു. ചുഴലിക്കാറ്റിൽ, കൊടുങ്കാറ്റിൽ ആ രാജ്യം ആടി ഉലയും. ഇപ്പോൾ ചൈന രാജ്യം നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഒട്ടും കുറയാതെ പാരീസ് എന്ന രാജ്യത്തുണ്ടാകാൻ പോകുന്നു. ദൈവനാമത്തെ ദുഷിച്ച, കർത്താവിന്റെ തിരുമേശയെ ദുഷിച്ച, അവഹേളിച്ച, അതിനെ രാജ്യങ്ങളുടെ മുമ്പിൽ ഒരു കൂത്തുകാഴ്ചയാക്കി മാറ്റിയ പാരീസ് രാജ്യത്തോടുള്ള പ്രവചന ശബ്ദം
ബെൽസസർ രാജാവായി എഴുത്ത് കണ്ടപ്പോൾ അവന്റെ അരയുടെ ഏപ്പ് അഴിഞ്ഞതുപോലെ, അവന്റെ കാൽമുട്ടുകൾ ആടിപ്പോയതുപോലെ അവൻ പാരീസിന്റെ ഏപ്പാടാൻ പോകുന്നു. പാരീസ് എന്ന രാജ്യത്തിന്റെ ഏപ്പാടാൻ പോകുന്നു. ദൈവത്തോടുള്ള അവഹേളന, ദൈവത്തെ നിന്ദിച്ച്, ദൈവനാമത്തെ നിന്ദിച്ച് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ വിശുദ്ധ കർത്തൃമേശയെ അവഹേളിച്ച രാജ്യത്തോടുള്ള പ്രവചന ശബ്ദം, നിന്റെ ആഘോഷം നിൽക്കാൻ പോകുന്നു, നിന്റെ ആനന്ദം തീരാൻ പോകുന്നു. പാരീസിനോടുള്ള പ്രവചന ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ഏയ് പാരീസേ, നിന്റെ സന്തോഷം തീരാൻ പോകുന്നു, നിന്റെ ആഘോഷങ്ങൾ ഇടവഴി വെച്ച് നിൽക്കാൻ പോകുന്നു. വലിയ പ്രകൃതി ദുരന്തങ്ങൾ നിന്റെ മേൽ വീഴാൻ പോകുന്നു. യഹോവയുടെ കരം നിനക്ക് പ്രതികൂലമായി ചലിക്കാൻ പോകുന്നു. ഇത് പാരീസിനോടുള്ള പ്രവചന ശബ്ദം. ദൈവനാമത്തെ ദൂഷിക്കരുത്. നിനക്ക് ആരാധിക്കാൻ പറ്റത്തില്ല, നീ ആരാധിക്കണ്ട. നിനക്ക് ഉയർത്താൻ പറ്റത്തില്ല, നീ ഉയർത്തണ്ട. പക്ഷെ അതിനെതിരെ നീ അവഹേളിച്ചാൽ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ എതിരെ, ദൈവവചനത്തിന്റെ എതിരെ, പ്രവചന ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കണ്ട, വിട്ടേക്ക്. പക്ഷേ അതിന്റെ നേരെ നിങ്ങൾ എഴുതാൻ നിൽക്കരുത്, അതിനെതിരെ നിങ്ങൾ സംസാരിക്കാൻ നിൽക്കരുത്. ആമേൻ. ശൗലിനോട് പറഞ്ഞ പദം, മുള്ളിന്റെ നേരെ ഉദയ്ക്കുന്നത് നിനക്ക് നന്നല്ല. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, നീ പ്രാർത്ഥിക്കണ്ട. പക്ഷേ ദൈവശബ്ദത്തെ നിന്ദിക്കരുത്. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ. പക്ഷെ എന്നോട് പറയുന്ന ദൈവശബ്ദങ്ങളെ ഞാൻ അതുപോലെ കൈമാറും. എന്നോട് സംസാരിക്കുന്ന ദൈവശബ്ദങ്ങൾക്ക് എനിക്ക് ദൈവസന്നിധിയിൽ ഗ്യാരണ്ടിയുണ്ട്. എന്നോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ച ഓരോ കാര്യങ്ങളും, പ്രവചിച്ച ഓരോ കാര്യങ്ങളും ഒന്നിന്റെ പുറകെ ഒന്നായി അത് ദൈവം തെളിയിച്ചു തരും. ദൈവാത്മാവിനെ കാണിച്ച അടുത്ത ഒരു ദർശനം, ഒരു വലിയ ക്ഷാമം നമ്മുടെ രാജ്യങ്ങൾ നേരിടാൻ പോകും. ഇത് ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഒരുങ്ങിക്കൊള്ളുക, ഭയപ്പെടുക, പാപം ചെയ്യാതിരിക്കുക, മാനസാന്തരപ്പെടുക, ദൈവസന്നിധിയിലേക്ക് കയറുക, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. എന്നെ കാണിച്ചു വിടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ മെസ്സേജിൽ ഇട്ടു, പക്ഷെ അത് അധികം വ്യക്തത കേൾക്കാൻ കഴിഞ്ഞില്ല എന്ന് കേട്ടു. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. വലിയ ക്ഷാമങ്ങൾ രാജ്യങ്ങൾ നേരിടാൻ പോകുന്നു. എന്നെ കാണിച്ചത് എങ്ങനെയാണ്? എൻ്റെ വീടിന്റെ സ്റ്റോർ റൂമിൽ സഹോദരങ്ങൾ കൊണ്ടുവന്ന 3-4 ചാക്ക് അരി അവർ കൊണ്ടിരിക്കും തന്നിട്ട് പോയി. എൻ്റെ അയൽവക്ക ദേശത്തും എൻ്റെ അറിയുന്ന കൂട്ടു ദൈവദാസന്മാർക്കും ഞാൻ അതിൽ നിന്ന് എടുത്ത് അവർക്ക് അരി ദാനം ചെയ്യുന്നു, കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ദർശനം കണ്ടു. ഞാൻ കർത്താവ് ഇതെന്തുവാ? പിന്നെ കർത്താവ് പറഞ്ഞു, ദൈവദാസന്മാരോട്, ദൈവമക്കളോട് പറയുക, കരുതിക്കൊള്ളുക, വലിയൊരു ക്ഷാമം രാജ്യങ്ങൾ നേരിടാൻ പോകും. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ കാണിച്ച മറ്റൊരു വെളിപ്പാട്, ഒരു വലിയ ഡാം, ഒരു വലിയ അണക്കെട്ട്. ആ അണക്കെട്ടിന്റെ ഫ്രണ്ട് കോൺക്രീറ്റുകൾക്ക് ഒന്നും ഒരു കേട് സംഭവിക്കാതെ ഒരു അണക്കെട്ടിന്റെ സൈഡ് എൻഡ് മൺതിട്ട, മണ്ണുകൊണ്ട് ഉള്ള ഭാഗം അവിടെ ഇടിഞ്ഞ് വെള്ളം അതിലെ പോരുന്ന ഒരു കാഴ്ച ദൈവാത്മാവിനെ കാണിച്ചു. ദൈവമക്കളോട് പ്രാർത്ഥിക്കുക. കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അണക്കെട്ട് പൊട്ടുകയല്ല ചെയ്യുന്നത്. ഞാൻ കണ്ടതെങ്ങനെയാണ്, അണക്കെട്ട് അതുപോലെ നിൽക്കുന്നു. അണക്കെട്ടിന്റെ കോൺക്രീറ്റുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു അണക്കെട്ടിന്റെ സൈഡ് മൺതിട്ട, ആ മണ്ണുള്ള ഭാഗം ഇടിഞ്ഞ് അതിലെ ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് അതിശക്തമായി ഒഴുകുന്ന ഒരു കാഴ്ച
പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ആ വിഷയത്തെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ആ ഒരു അനർത്ഥവും നമ്മുടെ കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. നമ്മുടെ സഹജീവികളെ കർത്താവ് സംരക്ഷിക്കട്ടെ, സൂക്ഷിക്കട്ടെ. മറ്റൊരു ദർശനമാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെയാണ്, നമ്മുടെ ആലപ്പുഴ റോഡ്, ആലപ്പുഴ എറണാകുളം റോഡ്, ആ റോഡിൽ വലിയ ഒരു ടാങ്കർ ലോറി, എപ്പോഴിതാണ് പാസ്റ്റർ ചോദിക്കരുത്, എന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ആലപ്പുഴ എറണാകുളം റോഡ്, ആ റോഡിൽ ഫ്യൂയൽ നിറച്ച് വരുന്ന വലിയൊരു ടാങ്കർ ലോറി, നല്ല നീളമുള്ള വലിയൊരു ടാങ്കർ ലോറി, അത് മറിഞ്ഞ് അതിനകത്ത് ഇന്ധന ചോർച്ചയുണ്ടായി വലിയൊരു സ്ഫോടനം നടന്ന മനുഷ്യ ശരീരത്തിന്റെ അവയവങ്ങൾ ചിന്നിച്ചെതറിക്കിടക്കുന്ന ഒരു ദർശനം പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ദൈവമക്കൾ, നിങ്ങൾ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ദർശനം കാണിച്ച് നിങ്ങളോട് പറഞ്ഞു, ആ വലിയ അനർത്ഥം ഒഴിവായിപ്പോയി. വീണ്ടും ഈ കേരളത്തിന്റെ ഈ റൂട്ടുകളിൽ പിശാചൊരുക്കുന്ന പദ്ധതികളെ തകർക്കാൻ അഭിഷിക്തന്മാർ, ദൈവമക്കൾ പ്രാർത്ഥനയോടെ കയറി വരിക. ദൈവം ഒരു കാര്യം മുൻകൂട്ടി നമ്മളെ കാണിക്കുന്നത് അതിനകത്ത് നീക്കുപോക്കുള്ളത് കൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ആ അനർത്ഥം മാറിപ്പോകും. ദൈവമക്കൾ പ്രാർത്ഥിക്കുക, ആ അനർത്ഥം സംഭവിക്കാതിരിക്കട്ടെ. ആലപ്പുഴ എറണാകുളം ആ ഹൈവേ റോഡിൽ വലിയൊരു ആക്സിഡന്റ്, ഫ്യൂയൽ നിറച്ചു വരുന്ന ഒരു ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ട് വലിയൊരു സ്ഫോടനം നടക്കുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ആ അനർത്ഥം ഒഴിവാകട്ടെ. ഒത്തിരി ജനങ്ങൾ നഷ്ടപ്പെടുന്ന ആ അനർത്ഥത്തെ നമുക്ക് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കട്ടെ. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥന മുറിയിൽ കാണിച്ച അടുത്തൊരു ദർശനം, ഒരു വലിയ മല, ആ ഒത്തിരി മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഉയർന്ന മല, ആ മലയുടെ എൻഡിൽ, ഒരു സൈഡ് എൻഡിൽ ഇടിമിന്നലേറ്റിട്ട് വിണ്ട് കീറി നിൽക്കുന്ന ഒരു ഭാഗം പരിശുദ്ധാത്മാവിനെ ദർശനത്തിൽ കാണിച്ചു. അത് ഭൂമി വാവിളർന്ന് നിൽക്കുന്നു. വിണ്ട് കീറി അകന്നിങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗം പരിശുദ്ധാത്മാവിനെ കാണിച്ചു. ദൈവജനമേ, പ്രാർത്ഥിക്കുക. ഞാൻ ഇപ്പോൾ കർത്താവേ, ഇത് വലിയൊരു അപകടമാണല്ലോ. മഴ പെയ്ത് ഇതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുന്നിടിയുമല്ലോ, വലിയൊരു ഉരുൾപൊട്ടലുണ്ടാകുമല്ലോ. ഏത് ദേശത്താണ് കർത്താവെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടത് ഇടുക്കി ജില്ലയുടെ ഒരു ഭാഗത്താണ്. ഇടുക്കി ജില്ലയിലാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഇടുക്കി ജില്ലയുടെ ഭാഗത്ത് അവിടെയുള്ള ദൈവജനം ശ്രദ്ധിക്കുക, ദൈവജനം പ്രാർത്ഥിക്കുക. ആ അനർത്ഥം ഒഴിവാകട്ടെ. അവിടെ ഒരു മലയുടെ ഒരു ഭാഗം വിണ്ട് കീറി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയുള്ള മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗമാണ്. ഒരു സൈഡ് വിണ്ട് കീറി നിൽക്കുന്ന ഒരു ഭാഗം. ആ ഭാഗത്ത് വെള്ളമിറങ്ങിയാൽ വലിയൊരു ഉരുൾപൊട്ടലുണ്ടാകും. അത് സംഭവിക്കാതിരിക്കാൻ ദൈവജനം ഇടുക്കി ജില്ലയോർത്ത് പ്രാർത്ഥിക്കുക. ഒരു വലിയ അനർത്ഥം ഇടുക്കി ജില്ലയിൽ ഉണ്ടാകാൻ പോകുന്നതായി പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ഈ സമയത്താണ് പാസ്റ്റർ ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ ദൈവം കാണിക്കുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. ആമേൻ. ദൈവം കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ നീക്കുപോക്കൊണ്ട് ദൈവജനം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കരവും കർത്താവിന്റെ കരുണയും ആമേൻ ആ ജില്ലയിൽ വെളിപ്പെടട്ടെ. ഇപ്പോൾ ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ അയൽ ജില്ലയായ വയനാട്, നമ്മുടെ സംസ്ഥാനത്ത് വയനാട്ടിൽ വലിയൊരു വേർപാടിന്റെ വലിയ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾ, അവയൊട്ടും പ്രാർത്ഥിക്കാം. ഇനിയൊരു അനർത്ഥം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. സാധുക്കളായ ജനങ്ങൾ അവർ നഷ്ടപ്പെടാതിരിക്കട്ടെ. അവരെ സ്വർഗം സംരക്ഷിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആമേൻ. ദൈവിക കരുതൽ വെളിപ്പെടട്ടെ. ദൈവം പറയുന്ന ഓരോ കാര്യത്തിന്റെ മേലും ആമേൻ അതിനകത്ത് നീക്കുപോക്കുള്ള വിഷയമുണ്ട്, നടക്കേണ്ട വിഷയമുണ്ട്. ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ
ചിലതിന് നീക്കുപോക്കുണ്ട്. എന്നാൽ പാരീസ് രാജ്യത്ത് ദൈവത്തിന്റെ കരം അവർക്ക് പ്രതികൂലമായി വെളിപ്പെടും. വരും നാളുകളിൽ ദൈവമക്കൾ ഇത് കാണും. ഈ വിഷയങ്ങളോർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക, ദൈവനാമത്തെ ദൂഷിക്കാതിരിക്കുക, പ്രവചനങ്ങളെ തുച്ഛീകരിക്കാതിരിക്കുക. അതിനും പറയുന്നല്ലോ, പ്രവചനങ്ങളെ ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ. പ്രവചനങ്ങളെ തുച്ഛീകരിക്കരുത്. ശോധന ചെയ്യുക, നല്ലത് മുറുകെ പിടിക്കുക, ഇല്ലാത്ത കളഞ്ഞേക്ക്. എന്നിട്ട് പ്രാർത്ഥിക്കുക. ദൈവദാസന്മാരെ, കുറ്റം വിധിക്കാൻ നമുക്ക് വ്യവസ്ഥ ദൈവം നൽകിയിട്ടില്ല. പരിഹസിക്കാൻ നമ്മുടെ ദൈവം അനുവദിക്കുന്നില്ല. പ്രാർത്ഥിക്കുക. നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുക. രാജ്യത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നമ്മുടെ ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് ചെയ്യുക. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.